രാഹുൽ ഈശ്വർ നമുക്കൊപ്പമുണ്ട്. രാഹുൽ ഈശ്വർ, നമ്മൾ തുടക്കത്തിൽ കരുതിയതുപോലെയല്ല, വളരെ വ്യാപ്തിയുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. 2019 ഇറങ്ങിയ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ അടക്കം പിഴവുകൾ നിരവധിയുണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങളിലെല്ലാം ദുരൂഹതകൾ നിരവധിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിക്കുമ്പോൾ അതിനപ്പുറം ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി നിന്ന ഒരു വലിയ സംഘത്തിന് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെ കരുതണ്ടേ? കേൾക്കാം. രണ്ട് കാര്യങ്ങൾ. ഞാനും ശ്രീ ആർ വി ബാബു 100 കാര്യങ്ങളിൽ തർക്കിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശ്രീ ആർ വി ബാബു ഉന്നയിച്ച ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ്. ഓരോ ഭക്തന്റെയും മനസ്സിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങളിലേക്ക് അതിനെ ക്രോഡീകരിക്കാം. എവിടെയാണ് ആ നഷ്ടപ്പെട്ടു പോയ ഏകദേശം 4.5 കിലോഗ്രാം എന്ന് പറയുന്ന ആ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള കാര്യങ്ങൾ? 2, 1999 ഇത് യഥാർത്ഥത്തിൽ സ്വർണമായിരുന്നു എന്ന് പണ്ടത്തെ ചില മാധ്യമങ്ങളെ കോട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഇത് ചെമ്പാണെന്ന് 2019 എഴുതി? 1999 രജിസ്റ്റർ എവിടെ? 39 ദിവസത്തോളം ഈ ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണ പോറ്റി എന്തുകൊണ്ട് ഇത് തന്റെ കയ്യിൽ വെച്ചു? വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ? ആരെയും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ കൊള്ള പോലുള്ള വാക്കുകൾ ഒരു സാധാരണ ഭക്തനായി ഞാൻ ഉപയോഗിക്കില്ല. പക്ഷേ ജനങ്ങൾ അങ്ങനെ സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന് ക്ലാരിറ്റി വരുത്തണം. ഇതിൽ പിഴവാണ് നടന്നതെന്ന് വിശ്വസിക്കാനാണ് ഇതുവരെ എനിക്ക് ആഗ്രഹം. അതിന്റെ പിന്നിൽ ക്രിമിനൽ ആക്ടിവിറ്റി ആണോ നടന്നത് എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണ് തൽക്കാലം നമ്മളുള്ളത്. ശരി രാഹുൽ ഈശ്വർ, ഞാൻ താങ്കൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം കൂടിയാവും. അതുകൊണ്ട് അതായത് വിജയ് മല്യ സ്വർണം പൂശിയ സ്ഥലങ്ങൾ ഏതൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിൽ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിൻ്റെ സീലിംഗ് 2 ദ്വാരപാലക ശില്പങ്ങൾ, ശ്രദ്ധിക്കുക, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിൻ്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിൻ്റെ കലശം, നാഗരാജ കോവിലിൻ്റെ കലശം. ഇത്രയും ഭാഗങ്ങളാണ് വിജയ് മല്യ അവിടെ സ്വർണ്ണപ്പാളി പൊതിഞ്ഞത്. കൃത്യമായി ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞു എന്ന് പറയുന്നു. അവിടെ അല്ലെങ്കിൽ ഇത് നമ്മൾ മാധ്യമ വാർത്തകൾക്കപ്പുറം ഇത് ആ രജിസ്റ്ററിൽ ഉണ്ടാവും. അവിടെയാണ് താങ്കൾ ഈ സൂചിപ്പിച്ച വിഷയം വരുന്നത്. പിന്നീട് എങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പായി മാറിയെന്ന്? അതെ, അത് വലിയൊരു ചോദ്യമല്ലേ. അതായത് ലഭ്യമായ കണക്കുകൾ പ്രകാരം അന്ന് 31 കിലോഗ്രാം ഗോൾഡ്, 30 ചുല്ലാൻ എടുത്താൽ മതി, 31 കിലോഗ്രാം ഗോൾഡ് അന്നത്തെ വിലയിൽ ഏകദേശം 18 കോടിയോളം രൂപ ശ്രീ വിജയ് മല്യ വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹം തന്നെ പത്രങ്ങളെ മറ്റും അറിയിക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിഴവാകാൻ ഉള്ള സാധ്യത കുറവല്ലേ? പിഴവാണ് അന്ന് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അത് തെറ്റിപ്പോയതാണെന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെയും അനുമാനം. അങ്ങനെ ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ അതൊരു കൊള്ളയല്ലേ? കാര്യം ആ വാക്ക് വളരെ സീരിയസ് ആയ വാക്കാണ്. കൊള്ളാന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് വളരെ സീരിയസ് ആയ ഒരു വാക്കാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ആരെങ്കിലും യഥാർത്ഥത്തിൽ അത് ഉപയോഗിച്ചാലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ജനങ്ങൾ സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില കാര്യങ്ങളെങ്കിലും ദുരൂഹമല്ലേ? അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു, അത് ഈ മാസം 25-നാണ് കൊണ്ടുവെക്കുന്നത്. എന്തിനാണ് ഇത് കൊണ്ടുവെക്കുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളില്ലേ? 2, അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ലല്ലോ. 2, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാനദണ്ഡം എന്താണ്? എന്ത് യാഡ് സ്റ്റിക്കിലാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്? ഇപ്പം വിജയ് മല്യ അന്ന് ലോക പ്രശസ്തനായ, പിന്നെ അന്ന് കോൺട്രവേഴ്സികളൊന്നുമില്ല, ലോക പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഇത് ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ്? ഹൈക്കോടതിയുടെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ മേടിച്ചിരുന്നു. അവിടുത്തെ തന്ത്രിമാരെയും പൂജാരിമാരെയും ഒന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാര്യം അവർക്ക് ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എസ് മൂടാനുള്ള ഒരു റൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതല്ലേ എന്റെ സത്യം. അപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദേവസ്വം മാനുവലിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ? ആ ലംഘനം ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കരുതാൻ കഴിയുമോ? അത് വെറും ചട്ടങ്ങൾ മാത്രമാണോ? ബ്രോഡ് ഗൈഡ് ലൈൻസ് മാത്രമാണോ? അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. പക്ഷേ 2 കാര്യങ്ങളിൽ ആർക്കും ഇപ്പൊ അവ്യക്തതയില്ലല്ലോ. 1, തൂക്കം കുറഞ്ഞിട്ടുണ്ട്. 2, മുമ്പ് സ്വർണമായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തെ മാധ്യമ ചർച്ചകളിൽ വളരെ വിദഗ്ധമായിട്ടും ഇഫക്റ്റീവായിട്ടും അത് സ്വർണമായിരുന്നില്ല എന്ന് പറയാൻ ചില കോണുകളിൽ നിന്ന് ശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ചില കോണുകളിൽ നിന്ന് ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇന്ന് പല മാധ്യമങ്ങളും തെളിവ് സഹിതം 1998-99 കാലഘട്ടത്തിലെ കാര്യങ്ങൾ കൊണ്ടുവരികയും അത് സ്വർണ്ണമാണെന്ന് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്വർണ്ണം എവിടെ? അതിന് വെറും സ്വർണത്തിന്റെ വിലയല്ലല്ലോ, കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമല്ലേ, അഭയകേന്ദ്രമല്ലേ. ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ വരുന്നത് എന്റെ പെറ്റീഷനിലാണ്.
കാര്യം ശബരിമലയിൽ പല കാര്യങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല, ഡോക്യുമെന്റേഷൻ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ എതിർ സംഘടനകളോ ബാക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആയിരിക്കാം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, പക്ഷെ അവരുടെ വിമർശനങ്ങളെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതൊക്കെ വെറും പിഴവുകളാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിന്റെ പിന്നിൽ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നുവെന്ന് പൊതുജനം സംശയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാര്യം നിൽക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ശരി, മുൻ ദേവസ്വം PRO ശ്രീ മോഹൻ പെരുന്നാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ പെരുന്നാട്, താങ്കളുടെ കാലഘട്ടത്തിൽ താങ്കൾക്ക് ശബരിമലയിലെ കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന വ്യക്തി കൂടിയാണല്ലോ. വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൂശാൻ എത്തിയപ്പോൾ ശ്രീകോവിൽ മാത്രമല്ല, കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. അതിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലമല്ലേ ദ്വാരകാപാലക ശില്പങ്ങൾ? അന്ന് അതൊന്ന് സ്വർണം പൊതിഞ്ഞിരുന്നതല്ലേ? അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദ്യമാണ്. ഇത് ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ ഇക്കാര്യം ഉണ്ടോ? തീർച്ചയായിട്ടും അതെല്ലാം. പിന്നെ എങ്ങനെയാണ് 99-ലെ ഉത്തരവിൽ അത് ഉൾപ്പെടുന്നത്? അത് ചെമ്പാണെന്ന് രേഖപ്പെടുന്നത്. അതിന് ഒരു ഇത് പറയാം, അതായത് ആമുഖമായിട്ട് പറയുക, ഭഗവാൻ അയ്യപ്പൻ അന്ധനല്ല, ഭഗവാൻ അയ്യപ്പൻ മൂകനല്ല, ഭഗവാൻ അയ്യപ്പൻ ബദിരനല്ല. ആര് കുറ്റം ചെയ്തിട്ടുണ്ടോ അവർ എപ്പോഴാണെങ്കിലും തെളിയിക്കപ്പെടും, സത്യം തന്നെ വിജയിക്കും. ഇതിനെനിക്ക് പറയാനുള്ളത്, നമ്മള് ഇതെല്ലാം പറഞ്ഞ് സമയം കളയാതെ സർക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ സംഘടിച്ച് ചെയ്യേണ്ടത്, ഹൈക്കോടതിയുടെ ഒരു നല്ല ജഡ്ജിനെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിന് അന്വേഷണം. ഹൈക്കോടതി നേരിട്ടൊരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടോ? ജഡ്ജിയെ നിയോഗിച്ചിട്ടുണ്ടോ? അന്വേഷണം നടക്കുന്നുണ്ട്. അത് തന്നെ നടക്കണം. കാരണം ഇത് വടക്കാക്കി തനിക്കാക്കുന്ന ചില പരിപാടികളുണ്ട്. ഈ കാര്യങ്ങള് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ ഇതിനെ വഴിതിരിച്ചില്ല. ശ്രീ മോഹൻ പെരുന്നാട്, ഞാൻ താങ്കളുടെ ഈ വാദമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ താങ്കൾ അറിയുമോ? താങ്കളുടെ ശ്രദ്ധയിൽ താങ്കൾ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു? എനിക്കറിയില്ല അദ്ദേഹത്തിന്. ഈ കാലങ്ങളായി ശബരിമലയിൽ ചില അവതാരങ്ങൾ എന്ന് വിളിക്കുന്ന, ക്ഷമിക്കുക, അവിടെ അതായത് ഇങ്ങനെ വന്നു പോകുന്ന ചിലരുണ്ട്. സാർ ഞാന് ഈ അവതാരങ്ങൾ എന്ന് പറഞ്ഞതിന് അടിവരയിടുകയാണ്. അതാണ് യാഥാർത്ഥ്യം, അതാണ് അപകടകാരികൾ, അവരാണ് അപകടം ചെയ്യുന്നത്. അതാ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ളവർ കാലാകാലങ്ങളിൽ അവിടെ ഉണ്ട്. അവിടുത്തെ അതത് സമയത്തെ ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയാണോ ഇവരവിടെ നിൽക്കാറുള്ളത്? ഇവരെല്ലാം മറ്റവരുടെ സഹായികളായിട്ട് വരുന്നതാണ്. അതായത് മേൽശാന്തിമാര് വരുമ്പോഴും കീഴ്ശാന്തിമാര് വരുമ്പോഴും അവരുടെ സഹായികളായിട്ട് കുറെ അവതാരങ്ങൾ വരും. ഈ അവതാരങ്ങളും ഇതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് അവരായിരിക്കും ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ കാണിക്കുന്നത്. കാരണം അവര് കാര്യം ഭയക്കാനില്ല. അവന് പൊടിതട്ടി എപ്പോ വേണമെങ്കിലും പോരാ, അവിടുന്ന് കിട്ടുന്നതും കൊണ്ട് പോരാ. സത്യത്തിൽ ഇതിനെല്ലാം കുഴപ്പം എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ ആ കാലഘട്ടത്തിൽ ഇരുന്ന അധികാരികൾ തന്നെയാണ്. ശരി, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ അജയ് തറയിൽ, താങ്കൾക്ക് നേരിട്ടറിയാം, ശബരിമലയുടെ ഭരണകാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടിരുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ, ഭരണസമിതിയുടെ ഭാഗമായി. ഈ ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ താങ്കളുടെ കാലഘട്ടത്തിൽ അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി അവിടെയുള്ള കാര്യം? എനിക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല. അതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു ഉൾക്കഴകത്തിന്റെ പരിചാരകനായിട്ട് വന്ന് കൂടിയൊരുത്തനാണ്.